ഗുഡ് ഈവനിങ് എവരി വൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം നിയ. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് എടുക്കുന്നത്. കുട്ടികളിലെ അരക്ഷിതാവസ്ഥ, ഇൻസെക്യൂരിറ്റീസ് ഇൻ ചിൽഡ്രൻ. അപ്പോൾ നമ്മുടെ കുട്ടികൾ പെട്ടെന്ന് നിരാശരാകുന്നുണ്ട്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പലപ്പോഴും കുട്ടികൾക്ക് സാധിക്കുന്നില്ല. അവർക്കൊരു പ്രോബ്ലത്തിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പ്രോബ്ലം ഇങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് അവർക്ക് ചെറുപ്രായം മുതലേ തന്നെ അത് പഠിക്കേണ്ടതാണെങ്കിൽ പോലും അത് പഠിക്കാൻ പറ്റിയൊരു സാഹചര്യം പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നില്ല. പിന്നെ പലപ്പോഴും കുട്ടികളിൽ ഈ അരക്ഷിതാവസ്ഥ, അതായത് ഇൻസെക്യൂരിറ്റീസ് വരാൻ കാരണം കുട്ടികളിൽ ഉണ്ടാകാവുന്ന കുട്ടികൾക്ക് ചൈൽഡ്ഹുഡിൽ, അതായത് ബാല്യകാലത്ത് സംഭവിച്ച കുറേ മോശം അനുഭവങ്ങൾ, പിന്നെ കുട്ടികളെ എന്നും ഇടപെടുന്ന കുറച്ച് വ്യക്തികൾ, പിന്നെ അധ്യാപകർ, പിന്നെ ചില അധ്യാപകരുടെ പെരുമാറ്റം, പിന്നെ ഒപ്പം പഠിക്കുന്ന കുട്ടികളുടെ ചില പ്രത്യേക രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, പിന്നെ കുട്ടികളുടെ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട അക്കാദമിക നിലവാരം, ഇതുപോലെ തന്നെ കുട്ടിക്ക് സ്വയം ഉണ്ടാകാവുന്ന ഒരു ഉത്കണ്ഠ. എനിക്ക് എന്തിനും ഭയങ്കര പേടിയാണ്, എപ്പോഴും പേടിയാണ്. എന്തിനെങ്കിലും സ്റ്റേജ് കയറി ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ പേടിയുള്ള കുട്ടികളുണ്ട്. എന്തെങ്കിലും ചെയ്താൽ തെറ്റിപ്പോകുന്നൊരു പേടിയാണ് കുട്ടികൾക്ക്. ഇതൊക്കെയാണ് കുട്ടികളിലെ പ്രധാനമായിട്ടും അരക്ഷിതാവസ്ഥ, അവരിലുണ്ടാകാവുന്ന ഇൻസെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഇൻസെക്യൂരിറ്റീസിനൊരു കാരണം എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലത്ത് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, കുട്ടിക്കാലത്ത് ഉണ്ടാകാവുന്നത് മറക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു മോശം അനുഭവം, പിന്നെ സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന, അതായത് സൊസൈറ്റിയിൽ നിന്നുണ്ടാകാവുന്ന പ്രഷർ, ഭയങ്കര പ്രഷറായിരിക്കും അവർക്ക്, സമ്മർദ്ദം, പിന്നെ മനസ്സിനെ അത്രയേറെ തളർത്തി, അതായത് കരകയറാൻ പറ്റില്ലെന്ന് അവർക്ക് സ്വയം തോന്നുന്ന ഒരു അനുഭവം ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഭയങ്കര റൂട്ടഡായിട്ട്, അടിവേരായിട്ട് ഇങ്ങനെ കുട്ടികളെ പിടിമുറുക്കിയിരിക്കുന്ന, വേരാഴ്ത്തിയിരിക്കുന്ന 3 പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇൻസെക്യൂരിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ മാതാപിതാക്കൾ മൂലം കുട്ടികളിൽ ഉണ്ടാകാവുന്ന അരക്ഷിതാവസ്ഥ. ഇൻസെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ അമിതമായിട്ട് സംരക്ഷിക്കുന്നു, അതായത് പാമ്പർ ചെയ്യുന്നു, ഓവർ പാമ്പറിങ്ങും ഓവർ കെയറിങ്ങും ഉണ്ട്. ഇതും കുട്ടികളെ വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റീസിലേക്കാണ് കൊണ്ടുവന്ന് ചാടിക്കുന്നത്. കാരണം അവർക്ക് സ്വന്തമായിട്ട് ലോകത്തിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് വേൾഡ്, അല്ലെങ്കിൽ എന്താണ് പുറമേയുള്ള സൊസൈറ്റി എന്നുള്ളത് അവർക്കറിയില്ല. എപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിങ്ങനെ പോകും. ഇപ്പോൾ പുറത്തേക്കൊന്ന് പോകണമെങ്കിൽ തന്നെ, ഇപ്പം ഞാൻ അടുത്തിടയ്ക്ക് കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, ഡെയിലി ഒരു 7ലോ 8ലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ഡെയിലി, പെൺകുട്ടിയാണ്, സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കുന്ന ആ കുട്ടിയുടെ അമ്മയാണ്. അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് 2 കുട്ടികളുണ്ട്. അവരെ ഇതുപോലെ തന്നെ അവരുടെ അമ്മയാണ്. അവർ 10th-ലും +2-ലും പഠിക്കുന്ന 2 പേര്. അവരെ ഇപ്പോഴും അവരുടെ അമ്മ തന്നെയാണ് കൊണ്ടുവന്നാക്കുന്നത്. വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളാണ്. കാരണം പേരൻ്റ് പേടിക്കുന്നുണ്ടാവും, ഒരു പക്ഷേ എൻ്റെ കൈവിട്ട് പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയാവാം ഒരു പക്ഷേ. കുട്ടികളെ എപ്പോഴും ഒരു ചിറകിനുള്ളിൽ പൊതിഞ്ഞു വെച്ച്, ഒരു തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നോ, രാഗി പറക്കുന്ന പരുന്തിൽ നിന്ന് എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നോ, അതുപോലെയാണ് പല പേരൻസും. ടൂറ് വിടാൻ പേടിയുണ്ട്. ഒത്തിരി ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ കുട്ടി എന്ത് ചെയ്യും? ഒപ്പം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനുള്ള പോലെ, പേരൻ്റായ ഞാനുള്ള പോലെ ആവില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പേരൻസ് ഉണ്ട് പലരും. ഇങ്ങനെ എന്നോട് തന്നെ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്, ടൂറ് വിടാത്തപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാടി, വീട്ടിൽ നിന്ന് വിട്ട് ഞാനിതുവരെ നിന്നിട്ടില്ല, മറ്റൊരു വീട്ടിലേക്ക് എങ്ങനെ ചെന്ന് നിൽക്കണം, അവിടെ എങ്ങനെ പെരുമാറുണ്ട്, ഒരു സ്ഥലത്തേക്ക് പോയാൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് എൻ്റെ വീട്ടിനകത്ത് മാത്രം പെരുമാറാൻ, അല്ലെങ്കിൽ പുറത്തവിടെ സ്കൂളിൽ വന്നു, അത് കഴിഞ്ഞാൽ വീട്, കോളേജ് വിട്ടാൽ വീട്, വീട് വിട്ടാൽ കോളേജ് എന്നതിനപ്പുറത്തേക്ക് ഒരു ലോകം പലർക്കും ഇല്ല. ഇപ്പോഴും ഒരു 50% കുട്ടികൾക്കുണ്ടെന്ന് പറഞ്ഞാലും ബാക്കിത്തെ 50% ഇതൊന്നും കിട്ടാത്ത കുട്ടികളാണ്. പ്രായം ആകും തോറും കുട്ടികൾക്ക് ഫ്രീഡം ഒട്ടും കിട്ടുന്നില്ല എന്ന്. ഇങ്ങനെയുള്ള കുട്ടികൾ, ഈ ഓവർ പാമ്പറിങ് കിട്ടി വളർന്ന കുട്ടികൾ പിന്നെ പറയും, എനിക്ക് ഒട്ടും ഫ്രീഡം കിട്ടുന്നില്ല, ഞാൻ അങ്ങനെ ഭയങ്കര ഫ്രീഡം ഇല്ലാത്തൊരു ചുറ്റുപാടിലാണ് വളർന്നതെന്നുള്ള അവർക്ക് ഉള്ളിൽ അതൊരു തോന്നലായിട്ട് ഇങ്ങനെ ഉള്ളിൽ വളർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് ഫ്രീഡം ഒട്ടും കിട്ടിയിട്ടില്ല, എന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചാൽ വളർത്തിയെന്ന് പേരൻസിനോട് പരാതി പറയുന്ന കുട്ടികളും ഉണ്ട്. പിന്നെ കുട്ടികൾ ഒത്തിരി പ്രായപൂർത്തിയാകുമ്പോൾ, അതായത് ഒരു 18 ഏജിന് മുകളിലേക്ക്, 18 വയസ്സിന് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ഇൻസെക്യൂരിറ്റീസ് കാരണം ഗുരുതരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെയാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ കുട്ടികളിലെ അരക്ഷിതാവസ്ഥയ്ക്ക്, അതായത് ഇൻസെക്യൂരിറ്റീസിന് കാരണം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, വളരെ ഷോക്കിംഗ് ആയ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടാവാം. പിന്നെ ഫെയിലായി പോയ അതിപ്പോൾ എക്സാംസ് ആയിരിക്കാം, എന്തെങ്കിലും ടെസ്റ്റ് പേപ്പർ ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ, അതിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഒരാൾ റിജക്ഷൻ, എന്തിനെങ്കിലും ഒരു കാര്യത്തിന് തയ്യാറായിട്ട് ഇറങ്ങി പുറപ്പെട്ട് അതിൽ നിന്നും റിജക്ഷൻ അനുഭവിച്ചിട്ടു,
കുട്ടി റിജക്ഷൻ അനുഭവിച്ചു. അപ്പോൾ അത് കുട്ടിയിൽ ഇങ്ങനെ ഒരു വേദനയായിട്ട് കിടക്കുന്നുണ്ടാവാം. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പം സമൂഹത്തിനെ പേടി, ആൾക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും. ഒരാളൊരു 10-15 മിനിറ്റിൽ കൂടുതൽ നമ്മളിങ്ങനെ തുറച്ച് നോക്കുമ്പോൾ ഭയങ്കര നമുക്ക് പേടി തോന്നും. ഇതെന്തിനാ എന്നെ നോക്കുന്നത്, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടോ, ഡ്രസ്സിങ് രീതിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ കുട്ടിക്ക് സ്വയം ഞാൻ ഭയങ്കര നെഗറ്റീവാണ്, എനിക്ക് ഒന്നും ശരിയാവില്ല, എനിക്ക് എല്ലാം ഞാൻ ചെയ്യുന്നത് എല്ലാം പ്രശ്നങ്ങളാണ്, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ആ കുട്ടി മറ്റേ കുട്ടി അവരൊക്കെ ചെയ്താലാണ് ശരിയാവുള്ളൂ, ഒന്നും ശരിയാവില്ല, ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലെന്ന് കുട്ടിക്ക് സ്വയം കുട്ടിയോട് തന്നെ ഒരു നെഗറ്റീവ് ചിന്താഗതിയുണ്ട്. പിന്നെ എപ്പോഴും വിമർശിക്കുന്ന മാതാപിതാക്കൾ, അതാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. എന്ത് ചെയ്താലും വിമർശിക്കും. അതിപ്പോൾ ഒരു നല്ല കാര്യം, ഇപ്പോൾ സ്റ്റോറി എഴുതാൻ കഴിവുള്ളൊരു കുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ കുട്ടി ഒരു കഥ എഴുതി പേരൻസിനെ കൊണ്ടുവന്ന് കാണിക്കും. മിക്കവരും തന്നെ പറയുന്നത്, ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഇത് എവിടെ നിന്നാണ് കോപ്പി അടിച്ചത്. ഒരു പാട്ട് പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്, കൊള്ളില്ല. അത് കേൾക്കാൻ സന്മനസ് കാണിക്കാറ് ആദ്യമേ തന്നെ അത് ജഡ്ജ് ചെയ്യുന്ന രീതിയാണ് തെറ്റ്. അവരെ കേൾക്കാനൊരു സമയം, അതിപ്പോൾ കഥയാണെങ്കിൽ അത് വായിച്ച് നോക്കിയിട്ട് സത്യമന അങ്ങനെ ഒരു കഥയെ കുട്ടി ആദ്യമേ എഴുതുന്നത് എവിടുന്ന് കോപ്പി അടിച്ചതാവില്ല, ആ കുട്ടി സ്വയം തൻ്റെ കഴിവുകൊണ്ട് എഴുതിയതായിരിക്കും. പിന്നെ മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനം കൊണ്ട് വരുന്ന കുട്ടികൾ, അതിപ്പോൾ വായനാ ദിനത്തിലൊരു ക്വിസ്സായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ പെട്ടെന്ന് നടത്തിയ ഒരു സ്പോർട്സിൽ മത്സരത്തിൽ ഓടാനായിരിക്കും, ഒരു 100 മീറ്ററോ 200 മീറ്ററോ ഓടി പ്രൈസും കൊണ്ട് വന്ന കുട്ടിയായിരിക്കാം. പക്ഷേ പേരൻസ് പലപ്പോഴും വിശ്വസിക്കണമെന്നില്ല, എപ്പോഴും വിമർശിക്കുകയാണ്, അത് ചെയ്താൽ ശരിയാവില്ല, ഇത് ചെയ്താൽ ശരിയാവില്ല, അങ്ങനെ ചെയ്യേണ്ട, ഇങ്ങനെ ചെയ്യേണ്ട. 100 റൂൾസ് ഉണ്ടാവും ഒന്നിന് പുറകെ ഒന്നായിട്ട്. കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ശ്വാസം മുട്ടിയായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ വിമർശിക്കാതിരിക്കുക, അവരെ കേൾക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പലപ്പോഴും വീടുകളിൽ കുട്ടികൾക്ക് പറ്റിയൊരു ലിസണർ ഇല്ല. ചില കുട്ടികൾ പറയും, എനിക്ക് എൻ്റെ പേരൻസിനേക്കാൾ എനിക്ക് പലപ്പോഴും ഒരു പേരൻ്റായിട്ട്, ഒരു ഫ്രണ്ടായിട്ട്, സിബ്ലിംഗ് ആയിട്ടൊക്കെ നിൽക്കുന്നത് എൻ്റെ ടീച്ചർമാരാണ്, എനിക്ക് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ടീച്ചറുണ്ട്, ക്ലാസ്സിൽ ഫ്രണ്ടുണ്ട്. മാതാപിതാക്കൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പിയർ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഒരേ ഏജിലുള്ള ഒരു കൂട്ടം കുട്ടികൾ കൂടി അവർ ഭയങ്കര എൻജോയ്മെൻറ്റ്, അവർ ആക്ടിവിറ്റീസ് ഒന്നിച്ച് ചെയ്യുന്നു, അവർ കളിതമാശകൾ പറയുന്നു, അവർ ചിരിക്കുന്നു, അതിൽ ആനന്ദം കണ്ടെത്തുന്നു. പേരൻസിനെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ കേൾക്കുന്ന സുഹൃത്തുക്കളെ ആയിരിക്കാം. സ്വാഭാവികമായും കുട്ടിയുടെ സ്നേഹവും കരുതലും കൂട്ടുകാരിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത്. പേരൻസിനെ കിട്ടേണ്ട, കാരണം പേരൻസ് അവിടെ ചെയ്യുന്നില്ല. അതേസമയം കൂട്ടുകാർ ഇവരെ കേൾക്കാനും ഇവർക്കൊരു പ്രശ്നം വന്നാൽ അതിനൊരു പരിഹാരം കണ്ടെത്താനും പേരൻസ് ശ്രമിക്കേണ്ട സ്ഥാനത്ത് കൂട്ടുകാരായിരിക്കും ശ്രമിക്കുന്നത്. പിന്നെ ഈ ഇൻസെക്യൂരിറ്റീസ് ഒഴിവാക്കാനുള്ള കുറച്ച് വഴികളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. കുട്ടികളുടെ പരിശ്രമങ്ങളെ അഭിനന്ദിക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, ഒരു കാര്യം അത് ചെയ്യാൻ ഇത് വേണം, ഇത് ചെയ്യാൻ അത് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരു നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരുടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ നെഗറ്റീവ് ചിന്തകളെ വെല്ലുവിളിക്കുക. കുട്ടികളിൽ ഉണ്ടാകാവുന്ന നെഗറ്റീവ് ചിന്തകൾ നമ്മൾ ഇല്ലാതാക്കണം പാടെ, അവരിൽ ആ ചിന്തകൾ വരാതിരിക്കണം. കുട്ടികളുടെ കൺമുമ്പിൽ വെച്ച് അവർക്കുള്ളില്ല, അത് ചെയ്താൽ ശരിയാവില്ല, ഇത് ചെയ്താൽ ശരിയാവില്ലെന്ന് കുട്ടികളുടെ കേക്ക് പറയാതിരിക്കുക, അല്ലാതെയും പറയാതിരിക്കുക. പരമാവധി കുട്ടിയിൽ പോസിറ്റീവ് ചിന്താഗതികൾ വരുത്താനുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ സംസാര രീതി ആയിരിക്കണം നമ്മുടെ അടുത്തുനിന്ന്. പിന്നെ കുട്ടികൾക്ക് ഹെൽത്തി റിലേഷൻഷിപ്പ്, ഹെൽത്തിയായ ആരോഗ്യപരമായ സൗഹൃദം സ്ഥാപിക്കാനായിട്ട് കുട്ടികളുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനനുസരിച്ച് കുട്ടികൾക്ക് ഉപദേശങ്ങൾ കൊടുക്കുക, നല്ല നല്ല കൂട്ടുകാരെ സ്വീകരിക്കാനുള്ള ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഓരോ കൂട്ടുകാരെക്കുറിച്ചും വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ കോളേജ് വിട്ട് വന്നതിന് ശേഷം കുട്ടിയോട് ചോദിക്കുക, കൂട്ടുകാരൊക്കെ എങ്ങനെയാണ്, കൂട്ടുകാരുടെ പേരെന്താണ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, എല്ലാ കാര്യങ്ങളും ആ കുട്ടി എങ്ങനെയാണ്, ആ കുട്ടിയുടെ സ്വഭാവ രീതികൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചറിയുക. പിന്നെ താരതമ്യം, കമ്പാരിസൺ. ആ വീട്ടിലെ കുട്ടി അവൾ എന്ത് മിടുക്കിയാണ്, അവൻ എന്ത് മിടുക്കനാണ്, എക്സാമിനെല്ലാം നല്ല മാർക്കാണ്, ഹൈ പൊസിഷനിലാണ് ജോലി, നല്ല സാലറിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു രീതിയിലുള്ള താരതമ്യമാണ് ആദ്യം ഒഴിവാക്കേണ്ടത്. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് നിങ്ങളുടെ മക്കളെ കൊല്ലുന്നതിന് തുല്യമാണ്. താരതമ്യം ചെയ്യുന്നത് അവരുടെ മുമ്പിൽ നിങ്ങളെ സ്വയം നാണം കെടുത്തുകയാണ് മാതാപിതാക്കളെ. അതുകൊണ്ട് കമ്പാരിസൺ ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ കാണേണ്ടത്. ഇപ്പം അവരെ കണ്ടുപഠിക്കുക, ഇവരെ കണ്ടുപഠിക്കുന്നു പറയുന്നതിന് പകരം നിങ്ങൾ സ്വയം പറയുക, നീ എന്നെ കണ്ടുപഠിക്കുക, എന്നെ ഒരു മോഡലാക്കി എടുത്ത് പഠിച്ചോ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആക്കണം. കമ്പാരിസൺ നടത്തിയതുകൊണ്ട് എന്താ ഫലം? അവരുടെ മക്കൾ വലിയ വലിയ ഉയർന്ന നിലകളിൽ പോയി. കാരണം പേരൻസിന് അവരോടുള്ള ആ ഒരു രീതി ആയിരിക്കും. കാരണം നമ്മുടെ കുട്ടി താഴ്ന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? നമ്മൾ കുട്ടികളോട് പെരുമാറുന്ന രീതി. അപ്പോൾ അതുകൊണ്ട് കമ്പാരിസൺ നമുക്കിടയിൽ വേണ്ട. കാരണം നമ്മുടെ കുട്ടികളെ കമ്പാരിസൺ ആക്കാനുള്ള ഒരു കമ്പാരിസൺ ടോയ് അല്ല, കമ്പാരിസൺ നടത്താനുള്ള ഒരു വെപ്പൺ പോലും അല്ല നമ്മുടെ കുട്ടി.
നമ്മുടെ കുട്ടി സന്തോഷിച്ച് സമാധാനത്തോടെ റിലാക്സ് ചെയ്ത് നമ്മുടെ മുമ്പിലൂടെ കളിച്ചിരിച്ച് നടക്കേണ്ടതിന് പകരം ഒന്നും മിണ്ടാതെ തലയും കുനിച്ച് ആമ തോടിനുള്ളിലേക്ക് തല വലിക്കുന്നത് പോലെ വലിച്ചിരിക്കുന്നതാണോ, ആക്റ്റീവായിട്ട് ചുറുചുറുക്കോടെ ഓടി നടക്കേണ്ടതാണോ നമുക്ക് കാണേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിക്കുക. പിന്നെ കുട്ടികളുടെ ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തുക. പഠിക്കാൻ മാത്രമുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലാണ് കുട്ടി എന്നുള്ള ചിന്താഗതിയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. എപ്പോഴും പഠിക്കുക. നിനക്ക് പഠിക്കാനൊന്നുമില്ല, വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നാൽ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഒന്ന് ഓടിക്കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അതിനുവേണ്ടി ഓടിച്ചാടി വരുന്നവരുണ്ട്. PT സ്കൂളിൽ കിട്ടുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പീരീഡ് പോരാതെ വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഒന്ന് ഓടിക്കളിക്കാനും, പിന്നെ കുട്ടികളുടെ ഉള്ളിൽ പലർക്കും അറിയില്ല അംബീഷൻ എന്താണ്, പാഷൻ എന്താണെന്നുള്ള വാക്കിന് അർത്ഥം പോലും അറിയാത്ത കുട്ടികളുണ്ട്. കാരണം ഒരു ഏജ് കഴിയുമ്പോൾ തന്നെ +2 കഴിഞ്ഞു, അടുത്ത സയൻസ് എടുത്തു, പുറത്തേക്ക് നഴ്സിങ്ങോ അല്ലെങ്കിൽ MBBSോ നീറ്റോ പ്രിപ്പയർ. പേരൻസ് പറയുന്നു, കാരണം അവരുടെ ലൈഫ് സേഫ് ആയിരിക്കണം, അവർ നല്ലൊരു സാലറി. കാരണം പേരൻസിൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ പോലും കുട്ടികളുടെ ഭാവി സേഫ് ആയിരിക്കണം. നഴ്സിങ്ങും +2 സയൻസ് എടുത്ത് പഠിക്കുന്നത് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പൈസ, പണം മാത്രം മുഖ്യമായ ഒരു രീതിയിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരും. അവരുടെ ഉള്ളിൽ എന്താ ടാലൻറ്റ്, പാട്ട് പാടാൻ കഴിവുണ്ടോ, എഴുതാൻ കഴിവുണ്ടോ, വരയ്ക്കാൻ കഴിവുണ്ടോ, ഇനി സ്പോർട്സിലാണോ കഴിവ്, ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും ആണോ, ക്രാഫ്റ്റ് വർക്കിലാണോ കഴിവ്, ഇതൊന്നും ഒരു പ്രായത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കാരണം എന്താണ്, പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വരയ്ക്കാൻ അറിയില്ല, എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ഓരോ ക്ലാസ് കഴിയുന്നതോറും 1ാം ക്ലാസ് കഴിഞ്ഞു, 2ാം ക്ലാസ് കഴിഞ്ഞു, 3ാം ക്ലാസ് കഴിഞ്ഞു, 10 വരെ പോയി, +1 +2 പോയി, ഡിഗ്രി പോയി, അത് കഴിഞ്ഞു പോയി, പഠിക്കുക മാത്രം, പഠിച്ച് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഉള്ളിലുള്ള കഴിവുകളെ പൊടിതട്ടിയെടുക്കാനായിട്ട് ആരും ശ്രമിക്കുന്നുമില്ല. അവർക്കൊരു സ്കഫോൾഡിംഗ് ആയിട്ട് ആരും നിൽക്കാറുമില്ല, പ്രത്യേകിച്ച് പേരൻസ്. നമ്മൾ ആദ്യം കണ്ടെത്തുന്നത് നമ്മുടെ കുട്ടികളുടെ കഴിവ്. ഇപ്പം വയലിൻ വായിക്കാൻ കഴിവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പിന്തുണ കൊടുക്കുക. പാട്ട് പാടാനാണോ, പിന്തുണ കൊടുക്കുക, അവരെ പാട്ട് പഠിക്കാൻ വിടുക. പിന്നെ ചിത്രം വരയ്ക്കാനാണെങ്കിൽ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുക. കഥ എഴുതാനാണെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. എന്ന് വെച്ചാൽ അവർ പഠനം നശിപ്പിച്ച് പോവുമല്ല, അവരുടെ പഠനം വേണ്ടാന്ന് വയ്ക്കുമല്ല. പഠനത്തിനൊപ്പം തന്നെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് അവർക്കിടേതായ ഓൺ ടൈം. അപ്പം നിങ്ങളും ഒപ്പം ഇരിക്കുക. എന്നിട്ട് കുട്ടിയിൽ എന്തൊക്കെ കഴിവുണ്ടെന്ന് നിങ്ങളും കൂടി കണ്ടുപിടിക്കുക. പിന്നെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കും. ഇപ്പോൾ അടുക്കളയിൽ കുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇപ്പോൾ ആൺകുട്ടികളും കുക്ക് ചെയ്യും, അവരെ മാറ്റി നിർത്തണ്ട. കാരണം നീ ആൺകുട്ടിയല്ലേ, കുക്ക് ചെയ്യേണ്ട, മാറിയിരുന്നു, ഞാൻ വെച്ചുണ്ടാക്കി തരാമെന്നുള്ള ചിന്താഗതിയിൽ നിന്ന് ബോയ്സും കുക്ക് ചെയ്യട്ടെ, ഗേൾസും കുക്ക് ചെയ്യട്ടെ. പുതിയ പുതിയ വിഭവങ്ങളൊക്കെ പരീക്ഷിച്ച് കൊണ്ട് തരുമ്പോഴത്തേക്കും അതിന് ചീത്ത പറയേണ്ട. അടുക്കളയിലെ എണ്ണ പോയി, ഉപ്പ് പോയി, മുളക് പൊടി പോയി, മഞ്ഞപ്പൊടി പോയി എന്ന് അവരത് ചെയ്തല്ലോ. അപ്പോൾ അവിടെയും വേണ്ടത് ഒരു നല്ല അപ്രീസിയേഷനാണ്. തോളത്ത് തട്ടി കൊള്ളാട മോനെ, കൊള്ളാട മോളെ എന്ന് പറയാൻ നമുക്ക് പറ്റണം. പിന്നെ ഈ തുണിയിൽ സ്റ്റിച്ചിങ് വർക്ക്, വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് പഠനം മാത്രമല്ലാതെ ക്രാഫ്റ്റ് വർക്ക്, എന്തെങ്കിലും ബുക്ക് ബൈൻഡിങ്, അതുപോലെ തന്നെ നെയിൽ ആർട്ട്, അതുപോലെ തന്നെ ഒത്തിരി കഴിവുകളുണ്ട്. അതെല്ലാം കുട്ടികൾ ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഈ വീട് പെയിൻറ് ചെയ്ത് ഭിത്തിയിൽ വോൾ ആർട്ട് ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കുക. ചിലപ്പോൾ ഈ റീൽസിൽ കാണുന്ന പോലെ അഭിനയിച്ച് കാണിക്കാനായിട്ട് അതൊക്കെ അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബൈ.